പാതിവഴിയിൽ പടപൊരുതി വീഴുന്ന പോരാളികളായിരുന്നു അവർ അതുവരെ. ചേർക്കേണ്ട ചേരുവകളൊക്കെ ചേർത്ത് കളത്തിലിറങ്ങിയാലും നിർഭാഗ്യങ്ങളും മോശം പ്രകടനങ്ങളുമൊക്കെ കേരള ക്രിക്കറ്റിനെ നിരന്തരം പിന്നോട്ടടിച്ചു. എന്നാൽ ഇനി അതൊക്കെ പഴയ കഥ മാത്രം. കഴിഞ്ഞ 74 വർഷത്തെ രഞ്ജി ട്രോഫിയുടെ കഥകളിൽ ചരിത്രത്തിലാദ്യമായി കേരള ക്രിക്കറ്റ് ടീം കലാശപ്പോരിനിറങ്ങുന്നു. കലാശപ്പോരിലെ ബലമെന്തു തന്നെ ആയാലും അതിരറ്റ ആഹ്ലാദവും അഭിമാനവുമാണ് ഓരോ മലയാളിക്കും ഈ നിമിഷം സമ്മാനിക്കുക. പിന്നിട്ട കാലങ്ങളിലെ എത്രയെത്ര ക്രിക്കറ്റ് ആരാധകരുടെ സ്വപ്നമായിരുന്നിരിക്കണം അവർ 11 പേരും ചേർന്ന് നടപ്പിലാക്കിയത്. സെമിയിൽ ഗുജറാത്തിനെതിരെ അന്യം നിന്ന ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സൗന്ദര്യത്തെ കേരളം ലോകത്തിന് കാട്ടിക്കൊടുത്തു. എങ്ങനെ വിശേഷിപ്പിക്കണം ഈ പോരാട്ട വീര്യത്തെ? മത്സരം സമനിലയിൽ അവസാനിച്ചാൽ ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് നേടിയ ടീം ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യും എന്ന അവസ്ഥ. രഞ്ജി ട്രോഫി സെമിയുടെ അവസാന ദിനം ബാറ്റ് ചെയ്യുന്ന ഗുജറാത്തിന് കേരളത്തിനെതിരെ അവസാന വിക്കറ്റിൽ ലീഡിന് വേണ്ടത് വെറും 3 റൺസ്. സ്വപ്ന നേട്ടത്തിലേക്ക് കേരളത്തിന് വേണ്ടത് 1 വിക്കറ്റും. ആദിത്യ സർവ്വത ഇറങ്ങിയ 175 ഓവറിലെ 4-ാം പന്തിൽ നാഗോസലയുടെ ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന സൽമാൻ നിസാറിന്റെ ഹെൽമറ്റിലേക്ക്. ആ ഹെൽമറ്റിൽ തട്ടി ഗതിമാറി ഉയർന്നു പൊങ്ങിയ പന്ത് സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കൈകളിൽ ഭദ്രം. ക്രിക്കറ്റ് നിയമങ്ങൾ പൊടി തട്ടിയെടുത്ത് അമ്പയർ ഔട്ട് അനുവദിച്ചു. കേരളം ചരിത്ര ഫൈനലിലേക്കും.